സിവിൽ സർവീസ് പരീക്ഷ മലയാളത്തിൽ എഴുതാൻ സാധിക്കുമോ? ഒരുപാട് പേരുടെ ഒരു ഡൗട്ടാണിത്. സിവിൽ സർവീസ് പരീക്ഷ മലയാളത്തിൽ എഴുതാൻ പറ്റുമെന്നുള്ളത്. തീർച്ചയായിട്ടും പറ്റും. സിവിൽ സർവീസ് പരീക്ഷ മലയാളത്തിൽ എഴുതിയ ഒരു വ്യക്തിയാണ് ഞാൻ മലയാളത്തിലാണ് എൻ്റെ നോട്ടുകളൊക്കെ പ്രിപ്പയർ ചെയ്തത്. ഞാൻ മലയാളം തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വർഷത്തോളം മലയാള മനോരമയിൽ മാധ്യമപ്രവർത്തകയായിട്ട് ജോലി ചെയ്യുമ്പോഴാണ് പരീക്ഷ എഴുതുന്നത്. അപ്പം എനിക്ക് തോന്നി ഞാൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഷയിൽ തന്നെ പരീക്ഷ എഴുതുകയാണെങ്കിൽ അത് കുറച്ചും കൂടി എളുപ്പമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ എഴുതിയത്. പക്ഷേ നമ്മൾ കാര്യത്തോട് അടുക്കുമ്പോഴത്തേക്കും മലയാളത്തിൽ എഴുതുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം നമുക്ക് ഭാഷയിൽ അത്രയും നൈപുണ്യം വേണം. പിന്നെ അതുപോലെ തന്നെ മെറ്റീരിയൽസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാനത് പ്രിപ്പയർ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷൻ IASൻ്റെ ഒക്കെ നോട്ടൊക്കെ എടുത്തിട്ട് അത് തർജ്ജമ ചെയ്യുമായിരുന്നു. തർജ്ജമ ചെയ്തിട്ടാണ് ഓരോത്തിൻ്റെയും നോട്ട്സുകൾ നമ്മൾ സ്വയം പ്രിപ്പയർ ചെയ്യുമായിരുന്നു. 2017 ഞാൻ പരീക്ഷ എഴുതിയത്. പക്ഷേ അന്ന് ഇത്രയും മെറ്റീരിയൽസ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. ഇപ്പോൾ പിന്നെയും മലയാളത്തിലുള്ള മെറ്റീരിയൽസൊക്കെ അവൈലബിൾ ആണ്. മലയാളത്തിൽ തന്നെ പരീക്ഷ എഴുതി സിവിൽ സർവീസ് കിട്ടിയ ഒരുപാട് പേര് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അപ്പോൾ അതിലെനിക്ക് എടുത്തു പറയാൻ പറ്റുന്നൊരു പേര് പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള ലിപിൻ രാജാണ്. അദ്ദേഹം മാധ്യമപ്രവർത്തകനായിരുന്നു. പിന്നീട് ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മലയാളത്തിലാണ് പരീക്ഷ എഴുതി പാസ്സായിട്ടുള്ളത്. ഞാൻ ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. അപ്പം അതിൽ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. മലയാളത്തിൽ തീർച്ചയായിട്ടും പരീക്ഷ എഴുതാം. ഇപ്പം അതുകൊണ്ട് ഉള്ളൊരു ഗുണം എന്ന് പറയുന്നത് നമ്മളുടെ ഭാഷയാകുമ്പോൾ നമുക്കതിലൊരു എളുപ്പമുണ്ട്. പഠിക്കാനൊക്കെ കുറച്ച് എളുപ്പമാണ്. പക്ഷേ ഭാഷാ നൈപുണ്യം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. അപ്പോൾ എഴുതുമ്പം അക്ഷരതെറ്റൊന്നും ഉണ്ടാകാൻ പാടില്ല. അത് തീർച്ചയായിട്ടും നോക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് മലയാള ഭാഷ ഒരുപാട് ഇഷ്ടമാണ്. അതിൻ്റെ ഒരു കാരണം എൻ്റെ അമ്മ മലയാളം അധ്യാപികയാണ്. അതുപോലെ തന്നെ എനിക്ക് +2-ൽ 100-ൽ 100 മാർക്ക് ഉണ്ടായിരുന്നു മലയാളത്തിന്. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ മലയാള ഭാഷ തിരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ആണെങ്കിൽ നമുക്ക് മലയാളത്തിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്.